ഈട് നൽകാൻ ഒന്നുമില്ലെങ്കിലും ബിസിനസ് തുടങ്ങാൻ പണം കയ്യിലെത്തും. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടോ? സത്യമാണ്. നമ്മൾ പലപ്പോഴും ബാങ്കിൽ പോയി ലോണിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന ചോദ്യം എന്താണ്? എന്ത് സെക്യൂരിറ്റി നൽകാൻ കഴിയും എന്നല്ലേ? വീടിന്റെ ആധാരമോ സ്വർണമോ ഒക്കെ ഇല്ലാതെ ₹1 പോലും തരില്ലെന്ന് പറയുന്ന കാലം പതുക്കെ മാറുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 80,000 വരെ ഇപ്പോൾ ഒരു ഈടും ഇല്ലാതെ ലോണായി ലഭിക്കും. ഇതൊരു ചെറിയ തുകയായി തോന്നാം, പക്ഷേ സ്വന്തമായി ഒരു ബിസിനസ് സ്വപ്നം കാണുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് ഒന്ന് വലുതാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, മൈക്രോ ഫിനാൻസ് സെക്ടർ വന്നിട്ടുള്ള വലിയൊരു മാറ്റമാണിത്. നമ്മുടെ നാട്ടിലെ ഒരു ചെറുകിട കച്ചവടക്കാരനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും നിർമ്മിച്ച് വിൽക്കുന്ന ഒരാളെ. അവർക്കൊരു പുതിയ മെഷീൻ വാങ്ങാനോ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനോ പെട്ടെന്നൊരു തുക ആവശ്യമായി വന്നാൽ എങ്ങോട്ട് പോകും? ബ്ലേഡ് പലിശക്കാരെ ആശ്രയിക്കുന്നത് ആത്മഹത്യാപരമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള കൊളാറ്ററൽ ഫ്രീ ലോണുകളുടെ പ്രസക്തി. ഈ തുക കൃത്യമായി ഉപയോഗിച്ചാൽ അതൊരു വലിയ വളർച്ചയുടെ തുടക്കമാകും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. ഈ ലോൺ എല്ലാവർക്കും കിട്ടുമോ? അതാണ് അടുത്ത ചോദ്യം. തീർച്ചയായും ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, പക്ഷെ അവയൊന്നും നമ്മളെ തളർത്തുന്ന കാര്യങ്ങളല്ല. പലരും ചോദിക്കാറുണ്ട്, ഈട് വേണ്ട എന്ന് പറയുമ്പോൾ ബാങ്കുകൾക്ക് ഇത് റിസ്ക് അല്ലേ എന്ന്. അവിടെയാണ് ഇതിന്റെ പ്രവർത്തനം മാറുന്നത്. സാധാരണ നമ്മൾ കാണുന്ന വലിയ ലോണുകൾ പോലെയല്ല ഇത്. ഇത് പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് സ്ത്രീ സംരംഭകരെയും ചെറുകിട ബിസിനസ് നടത്തുന്നവരെയുമാണ്. ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ വ്യക്തിഗതമായോ ഇത് അപേക്ഷിക്കാം. ഇവിടെ സെക്യൂരിറ്റിക്ക് പകരം നിങ്ങളുടെ ബിസിനസിന്റെ വിശ്വാസ്യതയും തിരിച്ചടയ്ക്കാനുള്ള കഴിവും മാത്രമാണ് മാനദണ്ഡം. ഒരു ചെറിയ തയ്യൽ യൂണിറ്റ് നടത്തുന്ന ഒരാൾക്ക് ഇതൊരു വലിയ തുകയാണ്. ഒരു തട്ടുകട നടത്തുന്ന ആൾക്ക് തന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഈ തുക ധാരാളമാണ്. നമ്മൾ കാണാതെ പോകുന്ന ഒരു വലിയ വിപണിയാണിത്. ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ചെറുകിട സംരംഭങ്ങളാണ്. അവർക്ക് കൃത്യസമയത്ത് പണം എത്തിച്ചു നൽകുക എന്നതാണ് ഈ സ്കീമുകളുടെ ലക്ഷ്യം. ഇനി ഇതിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് നോക്കാം. വലിയ പേപ്പർ വർക്കുകൾ ഉണ്ടാകുമോ എന്ന പേടി വേണ്ട. ആധാർ കാർഡും പാൻ കാർഡും പിന്നെ നിങ്ങളുടെ ബിസിനസ് സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളും ഉണ്ടെങ്കിൽ ഈ പ്രോസസ്സ് എളുപ്പമാകും. പല മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും ഇപ്പോൾ ഡിജിറ്റൽ വഴിയാണ് ഇത് ചെയ്യുന്നത്. അതായത് ബാങ്കിൽ കയറി ഇറങ്ങി ചെരുപ്പ് തയ്യേണ്ട അവസ്ഥ ഇപ്പോഴില്ല. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർത്തേ പറ്റൂ, പണം കിട്ടാൻ എളുപ്പമാണ് എന്നതുകൊണ്ട് അത് എങ്ങനെയും ചിലവാക്കാമെന്ന് കരുതരുത്. ഇതൊരു ലോണാണ്, തിരിച്ചടവ് കൃത്യമായിരിക്കണം. കാരണം ഈ ചെറിയ ലോൺ നിങ്ങൾ കൃത്യമായി അടച്ചു തീർത്താൽ നാളെ ലക്ഷങ്ങൾ ലോണായി ലഭിക്കാനുള്ള നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടുകയാണ് ചെയ്യുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, പലിശ കൂടുതലാവില്ലേ എന്ന്. സാധാരണ ബാങ്ക് ലോണുകളെ അപേക്ഷിച്ച് മൈക്രോ ലോണുകൾക്ക് പലിശ അല്പം കൂടുതലായിരിക്കും. കാരണം അവർക്ക് റിസ്ക് ഇതിൽ കൂടുതലാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈട് നൽകാൻ ഒന്നുമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് പണം വേണമെങ്കിൽ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. ബ്ലേഡ് പലിശക്കാരുടെ അടുത്ത് പോകുന്നതിനേക്കാൾ എത്രയോ സുരക്ഷിതവുമാണിത്. ഇവിടെ കൃത്യമായ നിയമങ്ങളുണ്ട്, RBIയുടെ നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചതിക്കപ്പെടുമെന്ന പേടി വേണ്ട. ഓരോ മാസവും എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാം. ഒളിപ്പിച്ചു വെച്ച ചാർജുകളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇതൊരു വലിയ ആശ്വാസമാണ്. ഒരു ഹോം ലോൺ എടുക്കുന്ന ആളിന്റെ അത്രയും ടെൻഷൻ ഈ ലോൺ എടുക്കുമ്പോൾ വേണ്ട എന്ന് ചുരുക്കം. നമ്മുടെ നാട്ടിലെ IT ജീവനക്കാരായാലും ചെറുകിട ബിസിനസ്സുകാരായാലും പലപ്പോഴും സൈഡ് ബിസിനസ്സായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണം എടുക്കാതെ തന്നെ ഒരു തുടക്കം കുറിക്കാൻ ഇത് സഹായിക്കും. 1 ലക്ഷത്തിന് താഴെയുള്ള തുകയായതുകൊണ്ട് തന്നെ തിരിച്ചടവ് വലിയൊരു ബാധ്യതയായി മാറില്ല. ദിവസേനയോ ആഴ്ചയിലോ മാസത്തിലോ തിരിച്ചടയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി പല സ്ഥാപനങ്ങളും നൽകുന്നുണ്ട്. ഇത് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയൊരു സൗകര്യമാണ്. കാരണം ബിസിനസ്സിൽ എന്നും ഒരേപോലെ വരുമാനം ഉണ്ടാകണമെന്നില്ല. വരുമാനം കൂടുന്ന സമയത്ത് കൂടുതൽ തിരിച്ചടയ്ക്കാനും കുറവുള്ളപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയുന്ന രീതിയിലുള്ള സ്കീമുകളും ഇന്ന് വിപണിയിലുണ്ട്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് വെറുമൊരു ലോൺ മാത്രമല്ല. പല മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും ലോൺ നൽകുന്നതിനൊപ്പം ബിസിനസ് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ചെറിയ ക്ലാസ്സുകളും ഉപദേശങ്ങളും നൽകാറുണ്ട്. അതായത് നിങ്ങളുടെ വളർച്ചയിൽ അവർക്കും ഒരു പങ്കുണ്ട്. നിങ്ങൾ വളർന്നാൽ മാത്രമേ അവർക്ക് ആ പണം കൃത്യമായി തിരിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു പങ്കാളിത്തം പോലെ കാണാവുന്നതാണ്. ബിസിനസ് തുടങ്ങാൻ പണമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് ഇത് വലിയൊരു അവസരമാണ്. ഈ 80,000 വെച്ച് തുടങ്ങി അത് 8 ലക്ഷമോ 80 ലക്ഷമോ ആയി വളർത്തിയെടുത്ത ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെയൊക്കെ തുടക്കം ഇത്തരത്തിലുള്ള ചെറിയ സഹായങ്ങളിൽ നിന്നായിരുന്നു. മറ്റൊരു പ്രധാന കാര്യം ഇതിന്റെ സ്പീഡാണ്. വലിയ ലോണുകൾക്ക് മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമ്പോൾ ഇത്തരം മൈക്രോ ലോണുകൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അക്കൗണ്ടിലേക്ക് എത്തും. നിങ്ങളുടെ KYC വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ വലിയ കാലതാമസമില്ല. ഈ വേഗതയാണ് ബിസിനസ്സിലും പ്രധാനം. ഒരു ഓർഡർ കിട്ടിയിട്ട് അത് പൂർത്തിയാക്കാൻ പണമില്ലാതിരിക്കുന്ന ഒരാൾക്ക് 2 ആഴ്ച കഴിഞ്ഞ് ലോൺ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോഴേക്കും ആ ഓർഡർ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും. അവിടെയാണ് ഇത്തരം ലോണുകൾ രക്ഷകനാകുന്നത്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സംരംഭകരെ പ്രാപ്തരാക്കും. നമ്മുടെ നാട്ടിലെ സംരംഭകത്വം വളരണമെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ താഴെത്തട്ടിലെത്തണം.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കുകളിലോ അതല്ലെങ്കിൽ അംഗീകൃത മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിലോ പോയി ഈ ഒരു സ്കീമിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. അവർക്ക് ചിലപ്പോൾ പല പേരുകളിലാവും ഇതുണ്ടാവുക. എങ്കിലും ഒരു കൊളാറ്ററൽ ഫ്രീ മൈക്രോ ലോൺ എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാകും. ഓൺലൈൻ വഴിയും ഇതിന്റെ വിവരങ്ങൾ ലഭ്യമാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് പലിശ നിരക്കും തിരിച്ചടവ് കാലാവധി മറ്റ് ഫീസുകളും കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. അന്ധമായി ഒന്നിനും പോകരുത്. ഓരോ രൂപയും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെതാണ്. അത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഉപയോഗിക്കുക. ബിസിനസ് തുടങ്ങുക എന്നത് വലിയൊരു റിസ്ക് ആണെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു ചെറിയ ലോൺ വലിയൊരു ആത്മവിശ്വാസം നൽകും. പണമുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് തുടങ്ങാൻ കഴിയൂ എന്ന പഴയ ചിന്താഗതി മാറ്റിവെക്കാം. പണം ഇവിടെയുണ്ട്, അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന കൃത്യമായ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മാത്രം മതി. ഈ അവസരം പ്രയോജനപ്പെടുന്ന നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിയേക്കാം. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ലോൺ എടുക്കുന്ന തുക ബിസിനസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നതാണ്. അത്യാവശ്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും വേണ്ടി ഈ പണം മാറ്റിവെച്ചാൽ അത് നിങ്ങളെ വലിയൊരു കെണിയിലെത്തിക്കും. ബിസിനസ് വളർത്തുക, വരുമാനമുണ്ടാക്കുക, ലോൺ കൃത്യമായി അടച്ചു തീർക്കുക. ഇതാകണം നിങ്ങളുടെ ഫോർമുല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സ്വന്തമായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ചാണെങ്കിൽ ഇതൊരു നല്ല തുടക്കമാണ്. കൂടുതൽ പഠിക്കുക, വിവരങ്ങൾ ശേഖരിക്കുക. നമ്മുടെ നാട് വളരുന്നത് ഇത്തരത്തിലുള്ള ചെറിയ വലിയ ചുവടുവെപ്പുകളിലൂടെയാണ്. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഒരുപക്ഷെ ഒരു തുടക്കത്തിനായി കാത്തിരിക്കുന്ന ആർക്കെങ്കിലും ഇത് വലിയൊരു സഹായകമായേക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായി അറിവ് നേടുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകളും അറിവുകളും എപ്പോഴും ഫോളോ ചെയ്യുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പൊതുവായ അറിവിനായുള്ളതാണ്. ലോൺ എടുക്കുന്നതിന് മുൻപ് സ്കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായും പഠിക്കണം.